നമസ്കാരം. ട്രംപിന്റെ കയ്യിലെ കുരങ്ങനെ പോലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അവസ്ഥ. ട്രംപ് അങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടും. അണിയറയിൽ നിന്ന് ഇസ്രായേലിന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ട്രംപാണ് എന്ന തരത്തിൽ എത്തിയിട്ടുണ്ട് ഏതാണ്ട് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിനെതിരെ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിക്കും ട്രംപ് ഇടനിലക്കാരനാവുകയും അതിനെ അപലപിക്കുകയും ചെയ്യാൻ ഒട്ടും മടിക്കാറുമില്ല. എല്ലാ രാജ്യങ്ങളും സ്വന്തം അധീനതയിൽ കൊണ്ടുവരുന്ന അശ്വമേധയാത്രയുടെ അടുത്ത ഘട്ടമായിട്ടാണ് ഇസ്രായേൽ സ്വന്തം പരിധിയിൽ ട്രംപ് കൊണ്ടുവന്നത്. ഇനി അടുത്ത പടി റഷ്യയാണ്. റഷ്യയോട് വലിയ ബഹളത്തിനും ഒച്ചപ്പാടിനും നിൽക്കാതെ അനുനയത്തിലൂടെ പതിയെ സ്വന്തം വശത്തേക്ക് കൊണ്ടുവന്ന് അതിന്റെ ഭരണം കൂടി കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് ട്രംപ് വ്യാമോഹിക്കുന്നുവെന്ന് പല പ്രവർത്തികളും വ്യക്തമാക്കാറുണ്ട്. അനുനയത്തിലൂടെ സ്വന്തം പരിധിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ യുദ്ധതന്ത്രങ്ങൾ പയറ്റാനുള്ള വലിയ തീരുമാനങ്ങളും അണിയറയിൽ അതീവ രഹസ്യമായി ട്രംപ് നടത്തുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള ക്രിമിനൽ വിചാരണ നടപടികളെ അപലപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നെതന്യാഹുവിനെതിരെയുള്ള വിചാരണ നടപടികൾ രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. 2019 ചുമത്തപ്പെട്ട കൈക്കൂലി, വിശ്വാസവഞ്ചന തുടങ്ങിയ ക്രിമിനൽ കുറ്റങ്ങൾക്കാണ് രാജ്യത്തിനകത്ത് തന്നെ നെതന്യാഹു വിചാരണ നടപടികൾ നേരിടുന്നത്. വിചാരണയ്ക്ക് ഹാജരാകുന്നത് മാറ്റിവെക്കണമെന്ന നെതന്യാഹുവിന്റെ അഭ്യർത്ഥന ഇസ്രായേൽ കോടതി തള്ളിയതിനെ തുടർന്നാണ് ട്രംപിന്റെ രൂക്ഷ വിമർശനം. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ശക്തമായ സംരക്ഷണം ഒരുക്കിയാണ് ട്രംപിന്റെ പരാമർശങ്ങൾ. നെതന്യാഹുവിനെ യുദ്ധവീരൻ എന്ന് പ്രശംസിച്ച ട്രംപ് ഇസ്രായേൽ ബന്ദികളുടെ മോചനത്തിനായി നെതന്യാഹു ഹമാസുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും ചൂണ്ടിക്കാട്ടി. ട്രംപിന്റെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ഇറാനോട് യുദ്ധം ചെയ്ത നന്ദി ട്രംപിന് മറക്കാൻ പറ്റില്ലല്ലോ. ഇത്തരം നിർണായക ചർച്ചകൾക്കിടയിൽ വിചാരണ നടപടികൾ നടത്തുന്നതിന്റെ സാങ്കത്യത്തെയും US പ്രസിഡന്റ് ചോദ്യം ചെയ്തു. നെതന്യാഹുവിനെതിരെ വിചാരണ നടപടികൾ തുടരുന്ന ഇസ്രായേൽ പ്രോസിക്യൂട്ടർമാരെ ട്രംപ് രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഇറാന്റെ ആണവ ഭീഷണിയിൽ നിന്ന് മോചനം നേടുന്നതിന് അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിച്ച ധീരനായ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കഴിഞ്ഞ ദിവസം കുറിച്ചു. ബന്ദികളുടെ മോചനം സംബന്ധിച്ച് ഹമാസുമായുള്ള നിർണായക ചർച്ചകളുടെ മധ്യത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്രയും ഉയർന്ന സ്ഥാനത്തുള്ള ഒരാളെയാണോ ഇത്ര നിസ്സാരമായ കാര്യങ്ങൾക്ക് ദിവസം മുഴുവൻ കോടതിയിലിരുത്തുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഇത് തങ്ങളുടെ വിജയത്തെ കളങ്കപ്പെടുത്തുന്നതാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വിചാരണ നടപടികൾ റദ്ദാക്കി അദ്ദേഹത്തെ വെറുതെ വിടണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. അതേസമയം ഇസ്രായേലിന്റെ ആഭ്യന്തര കാര്യങ്ങളിലും ട്രംപ് ഇടപെടുന്നതിൽ നെതന്യാഹുവിനെതിരെ കടുത്ത എതിർപ്പ് രാജ്യത്തിനകത്തു നിന്ന് തന്നെ ഉയരുന്നുണ്ട്. 2020 മെയ്യിലാണ് നെതന്യാഹുവിനെതിരെ വിചാരണ ആരംഭിച്ചത്. കൈക്കൂലി, വഞ്ചന, വിശ്വാസ ലംഘനം എന്നീ 3 ക്രിമിനൽ കേസുകളിലാണ് വിചാരണ നടക്കുന്നത്. ജൂൺ 3-നാണ് ടെൽ അവീവിലെ കോടതിയിൽ നെതന്യാഹുവിന്റെ വിസ്താരം ആരംഭിച്ചത്. ഭാര്യ സാറയും ആനുകൂല്യങ്ങൾക്കായി സമ്പന്നരായ ബിസിനസ്സുകാരിൽ നിന്ന് ഷാമ്പയിൻ, ആഭരണങ്ങൾ തുടങ്ങി $2,60,000 ആഡംബര വസ്തുക്കൾ സ്വീകരിച്ചതായാണ് ആരോപണം. ഇസ്രായേലി വാർത്താ ഏജൻസികളിൽ നിന്ന് അനുകൂലമായ മാധ്യമ വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചെന്ന കുറ്റത്തിനും വിചാരണ നേരിടുന്നുണ്ട്. കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തിന് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. ഗാസ യുദ്ധം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി നെതന്യാഹു വിചാരണ നടപടികൾ വൈകിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന സാഹചര്യത്തിലാണ് വീണ്ടും ട്രംപിന്റെ സഹായം തേടുന്നതും ട്രംപ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നെതന്യാഹുവിനെ ചേർത്ത് പിടിച്ച് ഇസ്രായേലിനെതിരെ തന്നെ പോരാടാൻ ഉറപ്പിച്ചിരിക്കുന്നതും. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണണം.